ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ സഭ സ്ലീഹാനോമ്പ് ആചരിക്കുന്ന ഈ അനുഗ്രഹീത വേളയിൽ സഭയുടെ അചഞ്ചലമായ വിശ്വാസത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും അടിത്തറ പാകിയ വിശുദ്ധ പത്രോസ് സ്ലീഹായെയും വിശുദ്ധ പൗലോസ് സ്ലീഹായെയും ഭക്തിപൂർവ്വം അനുസ്മരിക്കുന്നു. വിശുദ്ധ പത്രോസ് യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായിരുന്ന അദ്ദേഹത്തെ കർത്താവ് വിളിച്ച്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് അരുളി ചെയ്തതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. മനുഷ്യ സഹജമായ ബലഹീനതകൾ ഉണ്ടായിരുന്നിട്ടും തൻ്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട അദ്ദേഹം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. പിന്നീട് ആദിമസഭയുടെ ശക്തനായ നേതാവായി മാറി അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചു. വിശുദ്ധ പൗലോസ് ആകട്ടെ ആദ്യം ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്ന ശൗൽ ആയിരുന്നു. എന്നാൽ ദമാസ്കോസിലേക്കുള്ള യാത്രാമധ്യേ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുമുട്ടിയതോടെ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്രിസ്തുവിനോടുള്ള സമർപ്പണത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. അനേകം യാത്രകളിലൂടെ അദ്ദേഹം സുവിശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും സഭകളെ സ്ഥാപിക്കുകയും ചെയ്തു. വിശ്വാസത്തിന്റെ ഉറച്ച പാറയാണ് പത്രോസ് ശ്ലീഹ എങ്കിൽ സുവിശേഷ തീക്ഷ്ണതയുടെ ജ്വലിക്കുന്ന ദീപമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നെത്തിയ ഇവർ ഇരുവരും ക്രിസ്തുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുകയും രക്തസാക്ഷിത്വത്തിലൂടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഈ ശ്ലീഹ നോമ്പ് കാലത്ത് അവരുടെ അചഞ്ചലമായ വിശ്വാസവും സമർപ്പണവും ധൈര്യവും മാതൃകയാക്കി ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാനും സുവിശേഷ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമത്തിന് മാത്രം മഹത്വമുണ്ടാവട്ടെ.